നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കാമുകിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും? ഡാർക്ക് ഷെയ്ഡ് മൂവി എന്ന് പറഞ്ഞാൽ ഒരു പക്കാ ഡാർക്ക് ഡേ വെടിക്കെട്ട് പടം. ഹലോ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ആമിസ് എന്ന് പറഞ്ഞാൽ ആസാമിൽ നോൺ വെജിറ്റേറിയൻ എന്നാണ് കേട്ടോ. എന്താ 2019 ഇറങ്ങിയ ഒരു പടത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആമിസ് എന്നാണ് പേര്. ഒരു ആസാമി മൂവിയാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഭാസ്കർ ഹസാരിക എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. എന്റെ മോനെ, ആ പടം ഇതുപോലത്തെ ഒരു പടം മോശമല്ല, നല്ല വെടിക്കെട്ട് പടം. വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റെ തല വരച്ചു പോയി എന്ന് പറഞ്ഞാൽ ബോറ് പടം അല്ലെന്നേ, നല്ല ഒന്നാം തരം പടം. എന്താന്ന് വെച്ചാല് ഇതൊരു ഡാർക്ക് റൊമാൻസിൽ വരുന്ന ജോണറിൽ വരുന്ന വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാം. ഡാർക്ക് റൊമാൻസ് ഹൊറർ എന്നൊക്കെ വേണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യും. ഹൊറർ എലമെന്റ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഡാർക്ക് റൊമാൻസ് ജോണറിൽ വരുന്ന ഒരു പടമാണ് ആമിസ് എന്ന് പറയുന്നത്. 2019 ഇറങ്ങിയ കേട്ടോ, സോണി ലിവിലുണ്ട്. ഈ പടം എന്ന് പറയുന്നത് ഒരു പ്രണയമാണ് പടത്തിന്റെ ഒരു മെയിൻ പ്ലോട്ട്. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കാമുകിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും? അപ്പം മാക്സിമം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മിനിമം തുടങ്ങുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്ക് ആണല്ലോ മെയിൻ. ഡയറി മിൽക്കോ ടെഡി ബിയറോ ഒരു കത്തോ ഒരു മെസ്സേജോ ഒരു SMS അല്ലെങ്കിൽ ഫ്ലൈയിങ് കിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ഇതിലൂടെ ആയിരിക്കും നമ്മുടെ പ്രണയം ഇങ്ങനെ അറിയിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇവന് നായകൻ എന്താണ് നായികക്ക് പ്രണയം പറയാനായിട്ട് അല്ലെങ്കിൽ പ്രണയത്തിന്റെ വീർപ്പുമുട്ടൽ കാരണം കൊടുത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടും. അതെന്താന്ന് വെച്ചാൽ പടം ഞാൻ പറഞ്ഞു വന്നിട്ട് പറയാം. അതെന്താന്ന് വെച്ചാൽ അതൊരു സാധനമാണ്. നായകൻ ഒരു PhD ചെയ്യുന്ന ആളാണ്. അപ്പം നായകന്റെ പേര് സുമൻ, അങ്ങനെയാണ് നായകന്റെ പേര്. നായിക നിർമ്മലി എന്തെങ്കിലും ആട്ടെ. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്, ഒരു വൈഫാണ്, കുട്ടിയുടെ അമ്മയാണ്. ഹസ്ബൻഡ് വീട്ടിലൊന്നുമില്ല. അപ്പം പുള്ളിക്കാരി മകനെ നോക്കി വീട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, കുട്ടികളുടെ ഡോക്ടറാണ്. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഇവരുടെ ഒരു ഹോബി അല്ലെങ്കിൽ ഇവരെന്താണെന്നുള്ളത് കാണിക്കുന്നത് ഇതൊക്കെയാണ്. ഒരു ദിവസം രാവിലെ ഇങ്ങനെ നായികയുടെ വീട്ടിൽ അല്ലെങ്കിൽ നിർമ്മലയുടെ വീട്ടിൽ സുമൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഡോക്ടർ ഹെൽപ്പ് ചെയ്യണം. കൂട്ടുകാരന് വയ്യാതായി, ഫുഡ് കഴിച്ചിട്ട് പോയിസൺ ആയത് എന്താണെന്ന് തോന്നുന്നു, ഛർദ്ദിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് വയ്യാതികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അത് വരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ എന്നാൽ പേഷ്യൻ്റ് ആണല്ലോ, കുട്ടികളുടെ ആണെങ്കിലും ഡോക്ടറാണല്ലോ, അപ്പം ഞാനെന്നാ വന്നേക്കാം എന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മീറ്റ് ഇങ്ങനെ എന്തോ വെച്ചിട്ടാണ് PhD ചെയ്തത്, PhD ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതിനായിട്ടൊരു ഗ്യാങ് ഒക്കെ ഉണ്ട്, മീറ്റ് ഈറ്റിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മീറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ഗ്യാങ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരിക്കും വളരെ നന്നായിട്ട് ഈ ഇറച്ചിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പുള്ളിക്കാരി. പുതിയ വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് പുള്ളിക്കാരി. അപ്പം അവിടെ പോയി പുള്ളി രോഗിയെ കണ്ടു മരുന്നൊക്കെ എഴുതി കൊടുത്ത് തിരിച്ച് വരുമ്പോഴത്തേനും നായകൻ സുമൻ ചോദിക്കും ഫീസ് എത്ര ചോദിക്കുമ്പം നായിക പറയും വേണ്ട. നിർമ്മലി പറയും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേനും എനിക്ക് അതിൻ്റെ അതൊരു പങ്ക് തന്നാൽ മതി. അപ്പം അടുത്ത ദിവസം ഇവരിങ്ങനെ റാബിറ്റിനെ ഇങ്ങനെ വേട്ടയാടി പിടിച്ച് അതിനെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഒരു പങ്ക് ക്ലിനിക്കിൽ കൊണ്ട് കൊടുക്കും. അവിടുന്നാണ് പടം തുടങ്ങുന്നത്. പുള്ളിക്കാരി അത് കഴിച്ച് ഇഷ്ടപ്പെടും. പോകെ അവിടുന്ന് ഒരു ചെറിയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇയാൾക്ക് നായകനൊരു ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങും. നായികയ്ക്കും ഒരു റിലീഫൊക്കെയാണ് ഇയാളുടെ ഒരു വരവും സംസാരവും ഒക്കെ റിലീഫൊക്കെ തന്നെയാണ്. അപ്പം ഇയാളിങ്ങനെ നായകൻ ഇങ്ങനെ ഓരോ ഫുഡ് ട്രൈ ചെയ്യുമ്പോഴും അതിങ്ങനെ കൊണ്ടു കൊടുക്കും. പിന്നെ വരുമ്പോഴത്തേനും നായിക ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഇവർ രണ്ടും ഒരുമിച്ച് പോയി കഴിക്കാൻ തുടങ്ങും. അപ്പം കുറേ ആയി കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് നായികയുടെ ഭർത്താവ് ഇടയ്ക്ക് വരുന്നു, ഭർത്താവിനെ മീറ്റ് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും നായിക ഒട്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഒന്നും പറയുന്നൊന്നുമില്ല. ആ സമയത്തും പ്രണയം ഇങ്ങനെ പറയാതെ ഇങ്ങനെ പോകുന്നു. ഇവരുടെ ഈ ഭക്ഷണത്തിലൂടെയാണ് ഇവർ പ്രണയം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മച്ചാൻ വീർപ്പ് മുട്ടിയിട്ട് മച്ചാൻ നായികയ്ക്ക് പ്രണയ സമ്മാനം നൽകാൻ പോവുകയാണ്. എന്താണെന്നറിയോ? സ്വന്തം ഇറച്ചി കറി വെച്ച് കൊടുക്കും. അത് അവൾ കഴിച്ചിട്ട് അവൾക്ക് അടുത്ത ദിവസം മുതൽ അവൾ പറയും ഇഷ്ടപ്പെട്ടു, നല്ല അതുപോലെ ഇറച്ചി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്കാണ് പറഞ്ഞത് എൻ്റെ നേരാക്കി ഇറച്ചി മുറിച്ചു കറി വെച്ചു തന്നു എന്ന് പറഞ്ഞത്. നമുക്കാളും കേൾക്കുമ്പോഴത്തേനും ഒരു സാധനം വരും. പുള്ളിക്കാരിക്ക് അത് വന്നു. പുള്ളിക്കാരി അതുപോലെ ചെയ്യാൻ നോക്കുമ്പോഴത്തേനും വരാതെ വരും. വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ പറഞ്ഞു. പുള്ളിക്കാരി വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ കുലിക്കോഴിയും വലുതൊക്കെ ആയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം പാത്രം കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് ഇനിയും ട്രൈ ചെയ്യണമെന്ന് പറയും. അപ്പം അവൻ
എങ്ങനെ അത് മുറിച്ചെടുത്താൽ മതി? ഇവന്റെ ചേട്ടൻ ഒരു ഡോക്ടറാണ്, മൃഗ ഡോക്ടറാണ്. ചേട്ടനോട് പറയും, ഇവൻ നീറ്റിലാണല്ലോ PhD ചെയ്യുന്നത്, അപ്പം റിസർച്ച് ചെയ്യാൻ വേണ്ടി സ്വന്തം ഫ്ലഷ് റിസർച്ച് ചെയ്യണം, അപ്പം അതിനുവേണ്ടി ഇങ്ങനെ ഫ്ലഷ് എടുത്ത് കൊടുക്കാനാണ് ആദ്യം പറഞ്ഞത്. ഇവൻ പിന്നെയും ചേട്ടനോട് പറഞ്ഞിങ്ങനെ ഇവന്റെ ശരീരത്തിൽ നിന്ന് തന്നെ മുറിച്ച് മീറ്റ് എടുത്ത് അത് കറി വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഇതിങ്ങനെ കുറെ ആയി. ഇവനെ ഒരുപാട് കയറി പിന്നെ അവിടെ കയറി എന്ന് വെച്ചാൽ ഒരു കിലോ ഇറച്ചിയൊന്നുമല്ല, ചെറിയൊരു പീസ് ഇങ്ങനെ കീറി എടുത്ത് കൊടുക്കും. അത് ചെറുതായിട്ട് ഇങ്ങനെ കറി വെച്ച് ചെറിയൊരു കറി പോലെ കൊടുക്കും. ഇവൾക്ക് ഇത് കഴിച്ച് ഇവൾക്ക് അവസാനം അതില്ലാതെ പറ്റാതെ ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അവിടെ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവള് പെട്ടെന്ന് ഫ്രിഡ്ജിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇറച്ചി എടുത്ത് കഴിക്കുന്ന സീൻ, തണുത്ത ഇറച്ചി കഴിക്കുന്ന സീനൊക്കെ. അപ്പം അവിടെ നമ്മളിങ്ങനെ മനസ്സിലാക്കി തരികയാണ്, പുള്ളിക്കാരി ഇങ്ങനെ ശരിക്കും അഡിക്റ്റഡ് ആയി, ഇറച്ചിയിലോട്ട് മീറ്റിലോട്ട് അഡിക്റ്റഡ് ആയി എന്നുള്ള സാധനമൊക്കെ മനസ്സിലാക്കി തരുകയൊക്കെ ചെയ്യാം. അവസാനം ആയപ്പോൾ ഇവൾക്ക് ഇറച്ചി ഇല്ലാതെ പറ്റാതായി. ഇവന്റെ ചേട്ടൻ ഇത് കുറെ ആയപ്പോഴത്തേക്കും സീനാക്കി, നീ ചെയ്തു തരികയില്ല എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് നായികനെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു വരുത്തുകയും എന്നിട്ട് അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട്, അതിനെ മുറിച്ചെടുക്കാം. അപ്പോഴാണ് നായകൻ ഇങ്ങനെ അമ്പരപ്പെട്ട് നോക്കുന്നത്, ഇവൾക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള സീൻ അവളിങ്ങനെ നോക്കിയിട്ട്. അതിനാണ് ഇവിടെ മനസ്സിലാകുന്നത്, ഇവന്റെ ഫ്ലഷ് മാത്രം പോരാ, ഇവൾക്ക് അത് അഡിക്ഷനായി. ഇവൾക്ക് മനുഷ്യന്റെ ഇറച്ചി കഴിക്കുക തന്നെ വേണം, ഇവളുടെ ഒരു ആഗ്രഹം അടക്കാൻ വേണ്ടി. അതിനിടയ്ക്ക് ഇവരിങ്ങനെ നടന്നു പോകുന്ന ഒരു സംഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, ഞാൻ ഇങ്ങനെ ഭയങ്കര അഡിക്റ്റ് ആണ്, എന്തൊരു കാര്യം ചെറിയൊരു കാര്യത്തോട് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഭയങ്കര അഡിക്റ്റ് ആവും, എന്നിട്ട് എനിക്കത് കഴിച്ച് തന്നെ തീർക്കണം, അല്ലാതെ ഒരു വർഷത്തോളം മാസത്തോളം ഇങ്ങനെ മാസം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഇവൻ പറയും, ഇന്നത്തോടെ നിന്റെ തീർത്ത് തരാം ഞാൻ, ഇന്ന് നിന്റെ ലാസ്റ്റ് സപ്പർ അല്ല, ഇന്നുകൊണ്ട് ഞാൻ ഈ ഇറച്ചി പരിപാടി അല്ലെങ്കിൽ ഇത് കഴിച്ച് തീർക്കും. ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞോളൂ കേട്ടോ. പടം വന്ന് പോകുന്ന രീതി ഉണ്ടല്ലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടം ഇങ്ങനെ ചെയ്ത് പോയിട്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തേക്കുന്നതാണ് നല്ല രസമായിട്ടാണ് സ്ക്രീൻ പ്ലേ വന്ന് എഴുതി പോകുന്നത്. ചില സീനില് രണ്ടുപേരും മാത്രം സംസാരിക്കുന്നുള്ളൂ, ഒരു 10 മിനിറ്റ് സീൻ, ചിലപ്പോൾ അത്ര കാണുമായിരിക്കും. അപ്പൊ ആ സീനൊക്കെ നല്ല വൃത്തിക്ക് അവർ എഴുതി പോകുന്നു. അതിന്റെ ഒരു വൃത്തി ഉള്ളത് കൊണ്ട് നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് കണ്ടിരിക്കാൻ പറ്റും. ഈ ഒരു ഇറച്ചിയും മുറിയൊക്കെ ആയ കാരണം നമ്മുടെ തല മരിക്കുന്നത് ഞാൻ അത്ര വലിയ ഇതൊന്നും അല്ലാതെ എന്റെ തല മരച്ചു. എന്നിട്ട് അവസാനം ആകുമ്പോഴത്തേനും ഇങ്ങനെ ഞാൻ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ തന്നെ തുടങ്ങിയതാണ്, ഞാൻ തന്നെ തീർക്കാം എന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ ഇവളെ പറഞ്ഞു വിട്ടിട്ട് ഇവളെ എന്നിട്ട് വീട്ടിൽ പോയി വെയിറ്റ് ചെയ്യും. ഇവൻ എന്നിട്ട് പോയി ചെയ്യുന്ന കാട്ടായമാണ് ക്ലൈമാക്സ്. പറയണോ വേണ്ട ഞാൻ ആലോചിക്കുകയായിരുന്നു. ഇവൻ എന്നിട്ട് പോയിട്ട് പറയണോ? കാണണ്ടാത്തവര് ഇനി കാണണ്ട, ഇനി ക്ലൈമാക്സാണ് പറയാൻ പറ്റും. ബാക്കിയുള്ളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കേണ്ടൊരു സിനിമ കണ്ടാൽ മതി. ഇവൻ പോയിട്ട് ഒരിടത്ത് പോയിരിക്കും, അതിൻ്റെ ഒരു റിക്ഷയിൽ കയറി ഇവൻ വീട്ടിലോട്ട് തിരിച്ചു വരും. വീട്ടിലോട്ട് റിക്ഷ വരുമ്പോഴത്തേനും ആ റിക്ഷക്കാരനെ ഇവൻ റിക്ഷക്കാരനെ ആക്രമിച്ചിട്ട് മുറിക്കും. ഒരു പാലത്തിനടിയിൽ വലിച്ചുകൊണ്ടിട്ട് മുറിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വരും. പോലീസുകാരൻ വന്നത് കാണും, എന്നിട്ട് ഇവരെ പിടിക്കും, എന്നിട്ട് അവളെയും പിടിക്കും. ഇവർ രണ്ടുപേരും ഇങ്ങനെ 2 കോറിഡോറിൽ നടന്നു വന്നിട്ട് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോഴത്തേനും പടം അവസാനിക്കുന്നു. അത് ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു പോയതല്ല. പടം എന്ന് പറഞ്ഞാൽ ആ ഇവരുടെ ഡെപ്ത് റിലേഷൻ്റെ ഡെപ്ത് ഭയങ്കരമായിട്ട് പടത്തിൽ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടുള്ള പടം മസ്റ്റായിട്ട് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായി. നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു മൂവി എക്സ്പീരിയൻസ്, ഒരു ഡാർക്ക് റൊമാൻസ് മൂവി എക്സ്പീരിയൻസ് എന്തായാലും ഇതിനകത്ത് നിന്ന് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ തല മരച്ചു. എന്ത് പടമേ തല മരയ്ക്കാനായിട്ട് എന്ത് പടം എന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ തല മരച്ചതേ, നിങ്ങൾ ഇതിലും തല മരയ്ക്കുന്ന പടം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ കാണും. എന്നിട്ട് ഇതിലും തല മരയ്ക്കുന്ന പടം ഉണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ ആ പടം പറ, ഞാനത് കണ്ടു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എൻ്റെ തല മരച്ചോ ഇല്ലയോ. അപ്പം അത് അങ്ങനൊരു പടം, നല്ല പടം കേട്ടോ, നല്ല പടം എല്ലാവർക്കും ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഡാർക്ക് റൊമാൻസ് മൂവി ആണ് ആമീസ്. എന്തേലാവട്ടെ ഒരു ഓക്കെ ബൈ. ഇവിടുന്ന് മുറിച്ചാലോ? ഇവിടുന്ന് ഇങ്ങനെ ഇപ്പൊ തരാം. ഞാൻ കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി ഉണ്ടാക്കി ഇറക്കിയ നിനക്ക് ഞാൻ മുറിച്ച് തരാം, പ്രണയ സമ്മാനം ഉണ്ടാക്കാനായിട്ട്. തരാം, നിനക്ക് തരാം, നോക്കിയത്. അപ്പം ബൈ.